ഗൈസ്, അല്ല ഇതന്നെ ഈ തോളൽ ഈ തോട്ടിയും വെച്ചോണ്ട് എന്താ പരിപാടി എന്നല്ലേ. നമ്മുടെ പ്ലാവേലേ ഒരു ചക്ക മൂത്ത് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് അവനെ ഒന്ന് ഇട്ട് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം അല്ലേ. മുമ്പാ നമുക്ക് ചക്കയിടാൻ പോവാം. ഇച്ചിരി പൊക്കത്തിലാ കേട്ടോ, നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ ചക്കേനെ വെട്ടിക്കണ്ടിച്ച് ഞുറുക്കി നല്ല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 2-3 ചുള വെളുത്തുള്ളി, ഒരു മുട്ട മുയറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ ബ്രെഡ് പൊടി നമ്മൾ ഉണ്ടാക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചക്കേനെ നമുക്കൊന്ന് അരച്ച് നല്ല ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി കൊണ്ടുവരാം. ചക്ക നല്ല ഫൈനായിട്ട് ഇതുണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഉപ്പ് ഞാൻ ഇടുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇടാവേ. പിന്നെ വേണ്ടുന്ന നമ്മൾ കുട്ടീസിനുള്ളതിന് നമ്മൾ അധികം എരിവ് ആഡ് ചെയ്യുന്നില്ല. ഒരു കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം മീറ്റ് മസാല. പിന്നെ നമുക്ക് ഇതിപ്പം ഇതുണ്ടോ ഇങ്ങനെ ഒത്തിരി കുറുകി ഇതെല്ലാം കൊണ്ട് നമുക്കൊരു ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് ഇത് കുറച്ച് ഒന്നെങ്കിൽ മൈദാമാവ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഒരു കുറച്ചളവ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകമില്ലേ, ആ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവേ. നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണേ. കാരണം എന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി ഇവിടെ ചക്കയുടെ ബാറ്റർ എല്ലാം കൂടെ ഉണ്ടോ, ചക്ക നന്നായിട്ട് അരഞ്ഞോണ്ട് ഇച്ചിരി നമുക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കയ്യിലൊട്ടാത്ത ഒരു പരുവമുണ്ടല്ലോ, നമുക്ക് ആ ഒരു പരുവത്തിന് ഇവനെ ആക്കിയെടുക്കണം. കൈ കൊണ്ട് ഇളക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയും മിക്സ് ആകാതിരിക്കുവേ. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ 4 മണിക്ക് വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്സ് ആട്ടോ. നല്ല ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തിയാണ്. ചക്കയാണല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത്. വേറെ മായൊന്നുമില്ല. എന്നും ചക്ക വേവിച്ചും ചക്ക വറുത്തതും ഒക്കെ ഉള്ളത്. ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ കുറേശ്ശെ ഈ ഗോതമ്പ് പൊടി ഇടുന്ന വെച്ചാൽ ഒത്തിരി ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കട്ടിയാകുവേ. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു പരുവത്തിന് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ ടൈറ്റായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പം നമ്മുടെ ഈ മാവിന് കുറച്ചുകൂടെ മയം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന്. അപ്പം ഇതേ നമ്മൾ കുഴച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടും അല്ലാത്ത രീതിക്കാണ് നമ്മൾ കുഴച്ചെടുക്കാനേ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമല്ലേ ആ ഒരു പരുവം. എങ്കിൽ അത്രയും ടൈറ്റ് വേണ്ടതാനും. ഇതുണ്ടോ ലൂസായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ നമുക്കിത് ഇതുണ്ടോ ചെറിയ ഇങ്ങനെ കുറേശ്ശെ എടുക്കാം. ഒത്തിരി കട്ടിക്ക് വേണ്ടേ. ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു രീതി തന്നെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിതിനെ ആക്കിയെടുക്കാം. നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിനകത്ത് നോക്കിയിട്ട് ബ്രെഡ് പൊടിക്കകത്തേക്ക്
കോട്ട് ചെയ്തിങ്ങനെ ഈ സൈഡിൽ തന്നെ നമുക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള ഇതെല്ലാം ഇങ്ങനെ ഈ ബ്രെഡ് പൊടിയിലും മുട്ടയുടെ ബാറ്ററിനകത്ത് മുക്കിയെടുക്കാവേ. നമ്മളെല്ലാം നമ്മുടെ ബ്രെഡ് പൊടിക്കകത്തും മുട്ടയ്ക്കകത്തും മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. പലതരം കട്ട്ലേറ്റുകൾ വെച്ചിട്ടുണ്ടല്ലേ. ചക്ക കട്ട്ലേറ്റ് കഴിച്ചിട്ടില്ലല്ലോ. ഇപ്പം ചക്കൻ്റെ സീസൺ എല്ലാം തുടങ്ങിയില്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെങ്ങനെയാണ്, നമ്മൾ അധികം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. മുട്ടയൊക്കെ ചേരുന്നുണ്ടേ. നമ്മൾ ബ്രെഡ് പൊടിക്കകത്ത് കവർ ചെയ്തേക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതാകും. നമുക്ക് നോക്കാവേ മറിച്ചിടാനേ. പെട്ടെന്നാവുന്നുണ്ട്. നമ്മുടെ ചക്ക അരയ്ക്കുകയും ചെയ്തുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരുവേ. പയ്യെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ബ്രെഡ് പൊടിക്കകത്ത് ഉണ്ടാക്കിയത് തന്നെ പുറമേ നല്ല ക്രിസ്മസും കാണും. പക്ഷെ എങ്കിൽ ഉള്ളിൽ നല്ല മയമായിരിക്കും. ചക്ക നന്നായിട്ട് അരച്ചല്ലേ എടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അധികം ചക്കയൊന്നും ആവശ്യമില്ല. ഒരു 10-15 ചോള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കാരണം ചരയ്ക്കുന്നോണ്ട് നന്നായിട്ട് കാണുവേ. നമ്മുടെ ചക്ക കൊണ്ടുള്ള കട്ട്ലേറ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മാറ്റാവേ. നമുക്കിനി ബാക്കിയുള്ളത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മുടെ ചക്ക കട്ട്ലേറ്റ് ഇതേ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്മസ് ഉണ്ട്. തൊട്ട നല്ല മയമുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഏക്കാലിപ്പോൾ എല്ലായിടത്തും ചക്ക അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.